ഡോക്ടർ ഇപ്പൊ കാലിലെ തരിപ്പ് കൊണ്ട് ബുദ്ധിമുട്ടാകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സാധനമാണ് ഇപ്പൊ ഷുഗർ ഉള്ളവര് അല്ലെങ്കിൽ വെരിക്കോസിന്റെ പ്രശ്നമുള്ളവര് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിയുടെ പ്രശ്നമുള്ളവർ ഇവർക്കൊക്കെയാണ് പൊതുവിൽ ഇത് കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത്. ഇതൊന്നും ഇല്ലാതെ ഇപ്പൊ ഷുഗർ ഇല്ലാതെ വെരിക്കോസിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ആളുകൾ ഇതുകൊണ്ട് ബുദ്ധിമുട്ടാകുന്നുണ്ട്. എന്താണ് ഇതിന്റെ ഒരു കാരണം? അല്ലെങ്കിൽ അവർക്ക് തന്നെ അത് എങ്ങനെ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ മാനേജ് ചെയ്യാൻ പറ്റും? എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ എന്നൊന്ന് പറയാൻ പറ്റും? ഓക്കെ. ഈ നിലവിൽ നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഒരു പ്രധാനമായിട്ടുള്ള പ്രശ്നമാണ്, ഒരു കംപ്ലൈൻ്റാണ് ഈ പറഞ്ഞിട്ടുള്ള കാലിലുണ്ടാകുന്ന തരിപ്പ് എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് നടന്നു കഴിഞ്ഞാൽ തരിപ്പുണ്ടാകും, ചില ആളുകൾക്ക് ഫുൾ ടൈം തരിപ്പുണ്ടായിരിക്കും. ചില ആളുകൾക്ക് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ കാല് നിലത്ത് വെക്കാൻ പ്രയാസം ഉണ്ടായിരിക്കും, നല്ല തരിപ്പുണ്ടാകും. ചിലപ്പോൾ ചെരുപ്പിടാൻ പ്രയാസം ഉണ്ടായിരിക്കും. അതേസമയം എന്തെങ്കിലും ചൂട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ഒന്ന് നടക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിനുള്ളിൽ തന്നെ ചെരുപ്പ് ഇട്ടാൽ തന്നെ എന്ത് ചെയ്യും, തരിപ്പ് അല്ലെങ്കിൽ ആ ഒരു ചുട്ടു പൊള്ളുന്ന രൂപത്തിലൊക്കെയാണ് പല ആളുകൾക്കും ഉണ്ടാകാറുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മളോട് ചോദ്യം ചോദിച്ചതുപോലെ ഈ തരിപ്പ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഘട്ടങ്ങളിലാണ്, ഏതൊക്കെ അസുഖങ്ങളിലാണ് ഈ തരിപ്പ് വരുന്നത്, നമുക്ക് എങ്ങനെയാണ് ഈ ഒരു അസുഖത്തെ മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ ഏത് അസുഖത്താലാണ് എനിക്ക് ഒരു പ്രശ്നം തരിപ്പ് വന്നത്, വെരിക്കോസ് കാരണമാണോ, അല്ല ഷുഗർ കാരണമാണോ, അതല്ല വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണമായിട്ടാണോ, ഇനി അതല്ല നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളുണ്ട് അത് കാരണമായിട്ടാണോ, അല്ലെങ്കിൽ സർക്കുലേറ്ററി റിലേറ്റഡ് ആയിട്ട് അസുഖങ്ങളുണ്ട് അത് കാരണമായിട്ടാണോ. അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് എനിക്ക് തരിപ്പ് വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമാണ് നമുക്കത് കൃത്യമായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെ ഫോളോ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം, ഇത് എങ്ങനെയാണ് തരിപ്പ് വരുന്നത്, എന്തുകൊണ്ടാണ് തരിപ്പ് വരുന്നത്, അതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാമെന്നതിനെ കുറിച്ചിട്ടാണ്. എൻ്റെ പേര് ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ, QNB ഹോസ്പിറ്റൽ, കൊടുവള്ളി. ഈ തരിപ്പിൻ്റെ വിഷയത്തിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഗതിയാണ് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്നത്. അതായത് പെരിഫറൽ ആയിട്ടുള്ള നെർവ്സിന് എന്ത് ചെയ്യും, ചെറിയ രൂപത്തിലുള്ള തരിപ്പുകൾ വരിക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് കോമൺ ആയിട്ട് പറയുന്നൊരു പേരാണ് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ചില ആളുകൾക്ക് ഷുഗർ കാരണമായിട്ട് പെരിഫറൽ ന്യൂറോപ്പതി ഉണ്ടാകാറുണ്ട്. അതുപോലെ വൈറ്റമിൻ ഡെഫിഷ്യൻസി, എസ്പെഷ്യലി വൈറ്റമിൻ B12 കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തരിപ്പുകൾ ഉണ്ടാകാറുണ്ട്. അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും ടോക്സിസിറ്റി ഉണ്ടെങ്കിൽ, മെർക്കുറി പോലെയുള്ള എലമെൻസുകൾ നമ്മൾ എന്തെങ്കിലും കാരണമായിട്ട് ഇൻടേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ പെരിഫറൽ ന്യൂറോപ്പതി ഉണ്ടാകും എന്നുള്ളതാണ്. അത് കാലിന് തരിപ്പ് മാത്രമാകും, ചില ആളുകൾക്ക് കൈക്ക് തരിപ്പുണ്ടാകും, അല്ലെങ്കിൽ മറ്റു പല ഭാഗങ്ങളിലും തരിപ്പും തളർച്ചയും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതാണ്. കോമൺ ആയിട്ട് ഇത് പറയുന്ന വിഷയത്തിൽ ഒന്ന് ഡയബറ്റിക് ആണ്. അപ്പോൾ ഷുഗർ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ നെർവ് എൻഡിങ്സുകൾ, ഈ തരിപ്പ് ഉണ്ടാകുന്ന നെർവ്സ് ഉണ്ടല്ലോ, അതിന് എൻഡിങ്സിന് ചെറിയ രൂപത്തിൽ ഇൻഫ്ലമേഷൻ വരികയും അവിടെ അബ്നോർമൽ സിഗ്നലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അബ്നോർമലായിട്ട് അൺവാണ്ടഡ് ആയിട്ടും ഉള്ള ഈ ഒരു സിഗ്നൽ വരുമ്പോഴാണ് ആക്ച്വലി ഈ തരിപ്പും കടച്ചിൽ, വേദന, അതുപോലെ കോച്ചിപ്പിടുത്തൊക്കെ കൂടുതൽ ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ചില ആളുകൾക്ക് പറഞ്ഞതുപോലെ പിന്ന് കൊണ്ട് കാല് കുത്തുന്ന തരത്തിലാണ് പെയിനാണ്. നമ്മളൊരു പിന്ന് എന്ത് ചെയ്യും, നമ്മളിങ്ങനെ കാലെങ്ങനെയാണ് കുത്തിയാൽ ആ ഒരു സെൻസേഷനാണ് കൂടുതൽ ആളുകൾക്ക് ഉണ്ടാകുക. ചില ആളുകൾക്ക് എന്ത് ചെയ്യുക, നല്ല ചുട്ട് പൊള്ളുന്ന തരത്തിലുള്ള സെൻസേഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. എല്ലാ ആളുകൾക്കും ഒരേപോലെയല്ല, ഡിഫറെൻറ്റ് ഫീലിങ്സ് ആണ് പല ആളുകൾക്കും ഉണ്ടാകുക. അതും ഈ ഇതിന് എത്രത്തോളം ഇൻഫ്ലമേഷൻ ഉണ്ട്, എത്രത്തോളം നമ്മൾ ഷുഗർ അല്ലെങ്കിൽ വൈറ്റമിൻ B12 പ്രയാസമുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, അത് റിലേറ്റഡ് ആയിട്ടാണ് നമുക്കതിൻ്റെ ഫീലിങ്സ് ഉണ്ടാകുക എന്നുള്ളതാണ്. അതേസമയം നമ്മളെന്തെങ്കിലും കൂടുതൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കൂടുതൽ എക്സസൈസ് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ചെറിയ രൂപത്തിൽ ചൂട് പിടിക്കുകയാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യും, അത് നോർമലായി മാറും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ പെരിഫറൽ ന്യൂറോപ്പതി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, കാലിൽ തരിപ്പുണ്ടായിരിക്കും, അതിന് ഷുഗർ ഒരു റീസണാണ്. അപ്പോൾ ഷുഗർ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് മാനേജ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേപോലെ ഡോക്ടറിന് ഷുഗറൊന്നുമില്ല, പക്ഷേ എന്തുണ്ടായിരിക്കും, വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണമായിട്ടും, എസ്പെഷ്യലി വൈറ്റമിൻ B12 കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യും, കാലിന് നല്ല തരിപ്പുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ എന്താണോ കാരണം എന്നുള്ളത് മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യുക, അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ്. ഇനി മറ്റൊരു അസുഖമാണ് എന്ത്, ഈ കാലിൽ തരിപ്പ് വരാനുള്ള മറ്റൊരു കാരണമാണ് എന്ത് പറയുന്നത്, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുന്ന ഒരു അസുഖം. ഇത് പ്രധാനമായിട്ടും നെർവ് സെല്ലുകളെ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ബാധിക്കുന്ന ഒരു പ്രയാസമാണ്. അത് നമുക്ക് മൈലിൻ ഷീറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഭാഗമുണ്ട് നെർവ് കോശങ്ങളിൽ കാണുന്നതാണ്. അതിന് ചെറിയ രൂപത്തിൽ കംപ്ലയിൻസ്, നെർവ് സെല്ലിന് ഡാമേജ് ആയി പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. അങ്ങനെ ആയി കഴിയുമ്പോൾ നമ്മൾ അബ്നോർമൽ സിഗ്നലുകൾ വരും, സമയബന്ധിതമല്ലാത്തതും വീക്കായിട്ടുമായിട്ടുള്ള സിഗ്നൽ വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആൾ വീക്കായിട്ട് പോകും. ചില ആളുകൾക്ക് കേൾവിക്കുറവുണ്ടായിരിക്കും, നല്ല ക്ഷീണം വരും. ഏത് ഭാഗത്തുള്ള കോശങ്ങൾക്കാണ് ഡാമേജ്ഡ് ആയിട്ട് ആ ഭാഗത്തേക്ക് ഏതൊക്കെ സിഗ്നൽ പോകുന്നുണ്ടോ അതിനൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ബാധിക്കും എന്നുള്ളതാണ്.
ചില ആൾക്ക് നടക്കാൻ പ്രയാസം ഉണ്ടായിരിക്കും, ചില ആൾക്ക് നല്ല വീക്ക്നെസ് ഉണ്ടായിരിക്കും, അതേപോലെ ചില ആൾക്ക് മെമ്മറി ലോസ് ഉണ്ടായിരിക്കും. അങ്ങനെ പല അസുഖങ്ങൾക്കും ഇതെന്ത് ചെയ്യും, ഇത് കാരണമാകും എന്നുള്ളതാണ്. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് മൈലിൻ ഷീറ്റിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നെർവ് റിലേറ്റഡ് ആയിട്ട് നെർവ് കോശങ്ങൾക്ക് ഡയറക്റ്റ് കംപ്ലയിൻറ്റ്സ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തരിപ്പും കടച്ചിലും വേദനയും ക്ഷീണവും അതേപോലെ മെമ്മറി ലോസ് ഉണ്ടാവുക, അതേപോലെ തന്നെ കേൾവിക്കുറവ് ഉണ്ടാകുക, കാഴ്ചക്കുറവ് ഉണ്ടാവുക, അതേപോലെ ഒരു ഒരു എന്താ പറയുക, ഒരു കോർഡിനേഷൻ കറക്റ്റ് കിട്ടാത്തൊരവസ്ഥ വരിക, അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്, നെർവിന് ഉണ്ടാകുന്ന ചെറിയൊരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന കണ്ടീഷൻ മാത്രമാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നെർവിന് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അസുഖം ബാധിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ബാധിച്ച ആളുകൾക്കും ഈ പറഞ്ഞതുപോലെ തരിപ്പുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു തരിപ്പ് എന്നുള്ളത് കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്ത് അത് മാറ്റി വെക്കരുത്. ഷുഗർ ആണ് അല്ലെങ്കിൽ ഇതാണ് ആയിരിക്കും എന്നുള്ള രീതിയിൽ മാറ്റി വെക്കരുത്. ഇതിന് പിന്നിൽ ഒരുപാട് റീസൺസുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ആണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാനും എന്ത് ചെയ്യണം, പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള ആളുകൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യും, ആൾ വീക്കായിരിക്കും, അതുപോലെ ചില ആൾക്ക് വിഷ്വൽ കാഴ്ചയ്ക്ക് പ്രയാസം ഉണ്ടായിരിക്കും, കേൾവിക്ക് ചിലപ്പോൾ പ്രയാസം ഉണ്ടായിരിക്കും, അതേപോലെ കോർഡിനേഷൻ എന്ത് പറയുക, ശരിയായ രീതിയിൽ കോർഡിനേറ്റഡ് വർക്കിന് എന്ത് ചെയ്യില്ല, ചിലപ്പോൾ സാധിച്ചുകൊള്ളണമെന്നുണ്ടാവില്ല. അങ്ങനെയുള്ള നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള പല അസുഖങ്ങളും അങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാരണമാണ് ഈ പറയുന്ന സ്പൈനൽ സ്റ്റീനോസിസ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം സ്പൈനൽ കോഡാണ് നമ്മുടെ നട്ടെൽ എന്ന് പറയുന്ന സംഗതി. ഈ നട്ടെല്ലിൻ്റെ ഉള്ളിലൂടെയാണ് യഥാർത്ഥത്തിൽ സുഷുമ്നാ നാഡി എന്ന് പറയുന്ന ഏറ്റവും വലിയ നാഡി എന്ത് ചെയ്യുന്നത്, ഞരമ്പ് കടന്നു പോകുന്നത്. അപ്പോൾ ചില ആളുകൾക്ക്, എസ്പെഷ്യലി പ്രായം കൂടിയ ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ സ്പൈനൽ സ്റ്റീനോസിസ് എന്നുള്ള കംപ്ലയിൻറ്റ് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. നമ്മളിപ്പോൾ കൂടുതലായിട്ട് ബാക്ക് പെയിൻ ഉള്ള ആളുകളൊക്കെ ഈ MRI സ്കാനിങ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് അതിൽ പ്രത്യേകിച്ചിട്ട് മെൻഷൻ ചെയ്തൊരു 2 ടേം ഉണ്ടാവും. ഒന്നെങ്കിൽ സ്റ്റീനോസിസ് ഉണ്ടായിരിക്കും, അതേപോലെ ഡിസ്ക് ബൾജ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ സ്പൈനൽ സ്റ്റീനോസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മളുടെ നട്ടെല്ലിൻ്റെ ഉള്ളിലൂടെയാണ് ആക്ച്വലി കടന്നു പോകുന്നത്, ഈ സുഷുമ്നാ നാഡി എന്നുള്ള വലിയ നാഡി കടന്നു പോകുന്നത്. അപ്പോൾ ഏജ്ഡായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആർത്രൈറ്റിസ് സംഭവിക്കും. അതായത് നട്ടെല്ലിന് ചെറിയ ചെറിയ കംപ്ലയിൻസുകൾ വരും. അതിൽ അതിൻ്റെ ഉള്ളിൽ ബോൺസ് പറുകൾ ഫോം ചെയ്യുക, അതേപോലെ തന്നെ ആർത്രൈറ്റിസുകൾ ഫോം ചെയ്യുക, അങ്ങനെയുള്ള വൈറ്റമിൻ ഡെഫിഷ്യൻസി, അങ്ങനെയുള്ള പല കാരണങ്ങളിൽ കൂടെ എന്ത് ചെയ്യും, അവിടെ പല അബ്നോർമാലിറ്റി ഉണ്ടാവുകയും അവിടെ ഉണ്ടാകുന്ന ആ ഒരു ചെറിയൊരു കനാൽ പോലെ ഉണ്ടാവുക. ആ കനാൽ എന്ത് ചെയ്യും, ഷോർട്ടായിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ അത് ഷോർട്ടായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ആ ഒരു വോളിയം അവിടെ കുറയുന്ന സമയത്ത് ആ സ്പൈനൽ കനാലിലുള്ള സ്പൈനൽ കോഡിന് ചെറിയ രൂപത്തിൽ കംപ്രഷൻ വരും എന്നുള്ളതാണ്. അങ്ങനെ കംപ്രഷൻ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഏത് ഭാഗത്താണോ കംപ്രഷൻ വന്നത് അല്ലെങ്കിൽ സ്റ്റീനോസിസ് സംഭവിച്ചിട്ടുള്ളത് ആ ഭാഗത്തേക്കുള്ള നെർവിനൊക്കെ എന്ത് ചെയ്യും, ഇതുപോലെ പല പ്രയാസങ്ങളുണ്ടാകും. ചില ആൾക്ക് നല്ല സിവിയർ വീക്ക്നെസ് ആണ് ഉണ്ടാവുക. എന്ത് ചെയ്യും, കാലൊക്കെ തളർന്നു പോകുന്ന രീതിയിൽ വീക്കായിട്ട് പോകുക, മസിൽ വീക്കായിട്ട് പോകുക. ചില ആളുകൾക്ക് തരിപ്പ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ കാലിൻ്റെ അടിഭാഗത്ത് ചില ആൾക്ക് തരിപ്പുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മുട്ടിന് താഴെ ആയിരിക്കാം, ചിലപ്പോൾ 1 ലെഗ് കംപ്ലീറ്റ് വരും, ചിലപ്പോൾ അരക്ക് താഴെയൊക്കെ വരാൻ സാധ്യതകളുണ്ട്. അപ്പോൾ ഏത് ഭാഗത്താണോ ഈ പറഞ്ഞ സ്റ്റീനോസിസ് സംഭവിച്ചിട്ടുള്ളത് ആ ഭാഗത്തിനനുസരിച്ചിട്ടായിരിക്കും ഈ തരിപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്പൈനൽ സ്റ്റീനോസിസ് കാരണമായിട്ടും എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, ഈ പറഞ്ഞ കാലിന് തരിപ്പുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള അസുഖമുള്ള അങ്ങനെ സാധ്യതകളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ USG എടുത്തിട്ടുണ്ട്, സ്കാൻ ചെയ്താലാണ് എന്ത് ചെയ്യൽ, MRI എടുത്തിട്ടുണ്ടെങ്കിൽ സ്കാൻ ചെയ്താലാണ് നമുക്കതിൻ്റെ കറക്റ്റ് എന്ത് ചെയ്യാം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കണം. വൈറ്റമിൻ ഡെഫിഷ്യൻസികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് അതിന് സ്പെസിഫിക് ആയിട്ട് എടുക്കണം. വേറെ എന്തെങ്കിലും സർജിക്കൽ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഗ്രാജ്വലി നമ്മുടെ ശരീരത്തെ തളർത്തി കളയാൻ പറ്റാവുന്ന കണ്ടീഷനിലേക്ക് അത് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്പൈനൽ സ്റ്റീനോസിസ് കാരണമായിട്ടും ചില ആളുകൾക്ക് എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്, ഈ പറയുന്ന തരിപ്പുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് സ്പൈനൽ സ്റ്റീനോസിസ് ആണോ എന്ന് മനസ്സിലാക്കാനെന്നുണ്ടെങ്കിൽ MRI പോലെയുള്ള സ്കാനിങ് എടുത്താൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇനി മറ്റൊരു കാരണമാണ് നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ള സംഗതിയാണ് ഡിസ്ക് ബൾജി എന്ന് പറയുന്നത്. നമുക്കറിയാം ഡിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നട്ടെല്ലിൻ്റെ ഇടയിലുള്ള ഒരു ജെല്ലി ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് കൂടുതൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആളുകൾ, അതുപോലെ കൂടുതലായിട്ട് ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകൾ, എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്യാത്ത ആളുകൾ, സ്ട്രെച്ചിങ് കാര്യങ്ങളൊന്നും ചെയ്യാത്ത ആളുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ പ്രഷർ നല്ലോണം വരും, അല്ലെങ്കിൽ ആ ഒരു ഡിസ്കിന് കൂടുതൽ കംപ്രഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഹെവി ലോഡ് എടുക്കുന്ന ആളുകൾ, വെയിറ്റ് ഒക്കെ എടുക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ഉണ്ടാകുന്നതാണ്. അതുപോലെ വെയിറ്റ് കൂടിയ ആളുകൾക്ക് ഇതുപോലുള്ള അസുഖങ്ങൾ കൂടുതലായിട്ട് ഡിസ്ക് പ്രശ്നം ഉണ്ടാകും. അതേപോലെ സ്പൈനൽ സ്റ്റീനോസിസും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഡിസ്ക് എന്ത് ചെയ്യും, ചില സമയത്ത് എന്ത് ചെയ്യും, ഒന്ന് കംപ്രസ്ഡ് ആയി പോകുന്നില്ല. അപ്പോൾ ഈ ജെല്ലി ലൈറ്റ് ആയിട്ടുള്ള ഈ ഒരു ഡിസ്ക് എന്ത് ചെയ്യും, ജസ്റ്റ് ചെറിയ ഹെർണിയേറ്റഡ് പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരുന്നു, ബൾജ് ചെയ്ത് വരുന്ന രീതിയിൽ പുറത്തേക്ക് ഇങ്ങനെ നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പുറത്തേക്ക്
പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനടുത്തുകൂടെ പോകുന്ന നെർവിന് അത് ചെറിയ രൂപത്തിൽ ഡാമേജ്ഡ് ആക്കും. അവിടെ ചെറിയൊരു പ്രഷർ ഉണ്ടാകും, അവിടെ ചെറിയൊരു കംപ്രഷൻ ഉണ്ടാക്കും എന്നുള്ളതാണ്. അവിടെ ഇൻഫ്ലമേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഏത് ഭാഗത്തേക്കുള്ള നെർവ് ആണ് പാസ് ചെയ്യുന്നത് അതിനൊക്കെ ഇത് ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ചില ആൾക്ക് ഷയാറ്റിക്കയുടെ പ്രശ്നം അതുകൊണ്ട് വരുന്നതാണ്. അതേപോലെ ചില ആളുകൾക്ക് എന്ത് നമ്മുടെ ഈ തുടയുടെ ഭാഗത്ത് മാത്രം എന്തുണ്ടാകും, ഒരു 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 കുറഞ്ഞൊരു ഏരിയ മാത്രം ഉണ്ടാവും തരിപ്പുണ്ടാകും എന്നുള്ളതാണ്. ചില ആൾക്ക് നല്ല ചുട്ടുപൊള്ളുന്ന രീതിയിലുള്ള സെൻസേഷൻ കിട്ടും എന്നുള്ളതാണ്. ചില ആളുകൾക്ക് പറഞ്ഞതുപോലെ എന്ത് ചെയ്യും, കാലിൽ നല്ല വീക്ക്നെസ് ഉണ്ടാകും, ഫുഡ് ഡ്രോപ്പ് പോലെയുള്ള പ്രയാസങ്ങൾ, അതായത് നമ്മുടെ ഫുഡ് ശരിയായ രീതിയിൽ എന്ത് ചെയ്തിട്ടില്ല, ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റാത്ത കണ്ടീഷൻ ഉണ്ടാവുക. അതേപോലെ തന്നെ ഫുൾ ടൈം പെയിൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഒരു കുത്തുന്ന തരത്തിലുള്ള ഒരു ചുട്ടുപൊള്ളുന്ന തരത്തിലുള്ള പെയിനും സെൻസേഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇനി അതുപോലെ ഇങ്ങനെ ഡിസ്ക് ബൾജ് ഉള്ള ആളുകൾക്ക്, അതുപോലെ സ്റ്റീനോസിസ് ഉള്ള ആളുകൾക്ക്, നേരത്തെ പറഞ്ഞ സ്പൈനൽ സ്റ്റീനോസിസ് സംഭവിച്ചിട്ട് ആളുകൾക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും, അത് നല്ല റിലാക്സേഷൻ ഉണ്ടായിരിക്കും, നല്ല മാറ്റം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ കുറച്ച് എക്സസൈസ് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ കുറച്ച് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അതൊന്ന് കൂടും, റെസ്റ്റ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് ഓക്കെ ആയിട്ട് വരും എന്നുള്ളതാണ്. അതുപോലെ റെസ്റ്റ് എടുത്ത് നടക്കുന്ന ടൈമിങ്ങിൽ എന്ത് ചെയ്യും, ഇത് സ്പെസിഫിക് ആയിട്ട് കൂടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകത. സ്പൈനൽ റിലേറ്റഡ് ആയിട്ടുള്ള തരിപ്പുകളാണ് ണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കണ്ടീഷനുകൾ നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്പൈനൽ സ്റ്റീനോസിസ് കാരണമായിട്ടും തരിപ്പുണ്ടാകും. അതുപോലെ ഡിസ്ക് റിലേറ്റഡ് ബൾജിങ് കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്കും ഈ തരിപ്പ് വരും എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, സ്ട്രോക്ക് വരിക എന്നുള്ള സംഗതിയാണ്. അതായത് സ്ട്രോക്ക് വരിക എന്ന് പറയുമ്പോൾ ഒരു സ്വാഭാവികമായിട്ടും ഡോക്ടർ അത് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ആളൊന്നാകെ തളർന്നു പോകുമല്ലോ, വീക്കായി പോകുമല്ലോ എന്നുള്ളൊരു തോട്ട്സ് ഉണ്ടായിരിക്കും. പക്ഷെ അങ്ങനെയല്ല. ചില സ്ട്രോക്കുകളുണ്ട്. ആ സ്ട്രോക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ അതിന് റിക്കവർ ആയിട്ട് വരും എന്നുള്ളതാണ്. അതായത് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, നമ്മുടെ രക്തക്കുഴൽ, അതായത് തലച്ചോറിലേക്ക് പോകുന്ന ചെറിയ വെസലുകളുണ്ട്, രക്തക്കുഴൽ ഉണ്ടാവും, അതിൽ ബ്ലോക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ബ്ലോക്ക് വന്നാൽ എന്ത് ചെയ്യും, ആ ഭാഗത്തുണ്ടാകുന്ന കോശങ്ങൾ, ഈ നെർവ് കോശങ്ങളൊക്കെ ഡാമേജ്ഡ് ആയിട്ട് പോയിട്ട് അവിടുത്തെ ഫംഗ്ഷനൊക്കെ നഷ്ടപ്പെട്ടു പോകുക. ചില ആൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടു പോകും, ചില ആൾക്ക് നടക്കാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോകും, ചില ആൾക്ക് കംപ്ലീറ്റ് തളർന്നു പോകുന്ന അവസ്ഥകളുണ്ടാകും. അപ്പോൾ ഏത് ഭാഗത്തേക്കുള്ള സർക്കുലേഷൻ ആണോ ഡാമേജ്ഡ് ആയിട്ടുള്ളത് അതെന്ത് ചെയ്യും, ആ ഭാഗത്തേക്കുള്ള ഫംഗ്ഷനുകളൊക്കെ എന്ത് ചെയ്യും, ഡാമേജ്ഡ് ആയിട്ട് പോകുന്നുള്ളതാണ്. പക്ഷേ ചില കണ്ടീഷനുകൾ എന്ത് സംഭവിക്കും, ഈ ഒരു ഭാഗത്തേക്കുള്ള സർക്കുലേഷൻ ഡാമേജ്ഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ എന്ത് ചെയ്യും, അത് റിക്കവർ ആയിട്ട് പോകുന്നുള്ളതാണ്. അതായത് ഒരു കോശത്തിൽ ഒരു ഭാഗത്തേക്കുള്ള സർക്കുലേഷൻ ബ്ലോക്ക് ആയിട്ട് പോയി, രക്തം കട്ട പിടിച്ചു പോയി. പക്ഷേ 24 മണിക്കൂറിൽ ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഒരു 5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അത് ഓക്കെ, അല്ലെങ്കിൽ ആ ബ്ലോക്ക് എന്ത് ചെയ്യും, ഡിസോൾവ് ചെയ്തിട്ട് മെഡിസിൻ കഴിച്ച് ഡിസോൾവ് ചെയ്ത് നോർമലായിട്ട് പോയി എന്നുള്ളതാണ്. അതിന് പറയുന്ന പേരാണ് TIA എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനുകൾ എന്താണ്, ആ ഒരു സമയം, ആ ബ്ലോക്ക് വന്ന സമയം മാത്രം എന്ത് ചെയ്യും, ചിലപ്പോൾ നമുക്ക് വീക്ക്നെസ് പെട്ടെന്ന് വരും, പെട്ടെന്ന് തളർച്ച സംഭവിക്കും. ചില ആളുകൾക്ക് തരിപ്പ് നല്ലോണം വരും, ചില ആൾക്ക് ചിലപ്പോൾ ഒരു ഭാഗം നന്നായി കുഴഞ്ഞു പോയ കണ്ടീഷൻ ഉണ്ടായിരിക്കും, ചിലപ്പോൾ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല, ശരി ഒന്നാകെ വിയർത്ത് പോകുന്ന കണ്ടീഷൻ. അങ്ങനെയുള്ള പല സ്ട്രോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പല സിംറ്റംസുകൾ ഉണ്ടായിരിക്കും ചെയ്യും. പക്ഷേ പെട്ടെന്ന് അത് റിക്കവർ ആവുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, പെട്ടെന്ന് തളർച്ച വരിക, കാല് മരവിപ്പ് പോലെ തോന്നുക, ക്ഷീണം വരിക, അല്ലെങ്കിൽ തലയ്ക്കത് പെരുപ്പ് പോലെ നല്ല തലവേദന ഫീൽ ചെയ്യുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരികയും ചെയ്യും. പക്ഷേ എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ അത് നോർമൽ ആവുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചിന്തിക്കും, ഷുഗർ കുറഞ്ഞതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും തലചുറ്റൽ പ്രശ്നമാണ്, ഇത് BP എന്നീ പ്രശ്നമായിരിക്കും. അങ്ങനെ പലപ്പോഴും നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നുള്ളതാണ്. പക്ഷേ ഇത് ആക്ച്വലി എന്തെങ്കിലും സാധ്യതയുണ്ട്, സ്ട്രോക്ക് അല്ലെങ്കിൽ ട്രാൻസ് ഇസ്കീമിക് അറ്റാക്കിനുള്ള സാധ്യത വളരെ, ഇതിനുള്ള ഈ TIAക്കുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് കാരണമായിട്ടും ചില ആളുകൾക്ക് കാലിൽ ശക്തമായ രീതിയിലുള്ള തരിപ്പ്, വേദന, കടച്ചിൽ, വീക്ക്നെസ് ഉണ്ടായിരിക്കും. അതുമാത്രമല്ല അവർക്ക് ചില സമയത്ത് എന്ത് ചെയ്യും, സംസാരിക്കാൻ പ്രയാസം ഉണ്ടായിരിക്കും, വീക്ക്നെസ് ഉണ്ടായിരിക്കും, അതുപോലെ ബ്ലോ ചെയ്യാൻ പ്രയാസം ഉണ്ടായിരിക്കും, കാഴ്ചക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, തലവേദന ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള പല സിംറ്റംസുകളും പല രോഗലക്ഷണങ്ങളും ഇങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്ട്രോക്കിൻ്റെ ലക്ഷണം വന്നു പോയ ആളുകൾക്കും കാലിൽ എന്ത് ചെയ്യും, ചില സമയങ്ങളിൽ ഈ പറഞ്ഞതുപോലെയുള്ള തരിപ്പ് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ തരിപ്പുകൾ നമുക്ക് നല്ല ഓർമ്മയിൽ ഈ ഒരു അടുത്ത കാലത്ത് തരിപ്പുകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ, മറ്റു പ്രയാസങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ TIAക്കുള്ള സാധ്യത ഉണ്ടെന്ന് പ്രത്യേകം നോക്കണം. എസ്പെഷ്യലി പ്രഷർ ഉണ്ടാകുക, കൊളസ്ട്രോൾ ഉണ്ടാകുക, ഷുഗർ ഉണ്ടാകുക, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ കൂടുതലുള്ള ആളുകളാണ്, കൂടുതൽ ടെൻഷനൊക്കെ ഉള്ള ആളുകളാണ്, എക്സസൈസ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, കൂടുതൽ ഒബേസായുള്ള തടിയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് സ്ട്രോക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് പരിശോധിക്കാനോ വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും,
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ TIA എന്ന് പറയുന്നതാണ് 24 മണിക്കൂറിനുള്ളിൽ റിക്കവർ ആയിട്ട് വരുന്ന കണ്ടീഷനാണ്. ചില കേസിൽ എന്തായിരിക്കും അത് റിക്കവർ സാധ്യത ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കംപ്ലീറ്റ് പാരലൈസ്ഡ് ആയിട്ട് പോകുന്ന, കംപ്ലീറ്റ് വീക്ക്നെസ്സിലേക്ക് പോകുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കൂടുതലായിട്ട് നിങ്ങൾക്ക് തരിപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാരണമാണ് തരിപ്പുണ്ടാകാനുള്ള ആർട്ടീരിയൽ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകുക എന്നുള്ളത്. എസ്പെഷ്യലി നമുക്കറിയാം കോമൺ ആയിട്ട് കണ്ടുവരുന്ന, നേരത്തെ ചോദ്യകർത്താവ് ചോദിച്ചതുപോലെ വെരിക്കോസ് വെയിൻ ഒക്കെ എസ്പെഷ്യലി ഉണ്ടാകുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ തരിപ്പ് ഉണ്ടാകും എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ കോശങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള കാര്യങ്ങൾ കിട്ടണം എന്നുണ്ടെങ്കിൽ, ഓക്സിജൻ പോലെയുള്ള മറ്റു പല എലമെൻസുകൾ ലഭിക്കണം എന്നുണ്ടെങ്കിൽ സർക്കുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ മാത്രമേ കോശങ്ങൾ എന്ത് ചെയ്യുള്ളൂ, വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ കൂടുതൽ നേരം നിൽക്കുന്ന ആളുകൾ, അതുപോലെ എക്സസൈസുകളൊക്കെ കുറഞ്ഞ ആളുകൾ, നല്ല ഒബേസിറ്റി ഉള്ള ആളുകൾ, അതുപോലെ കൊളസ്ട്രോള്, BP കൂടിയ ആളുകൾ, ഷുഗർ കൂടിയ ആളുകൾ, ഫാറ്റി ലിവറുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഈ നമ്മുടെ രക്തക്കുഴലുകളിൽ അതിറോസ്ക്ലീറോസിസ് എന്നുള്ള സംഗതി സംഭവിച്ചിട്ട് എന്ത് ചെയ്യും, ബ്ലോക്കേജ് നല്ലോണം ഉണ്ടാകും. നമുക്കെന്തെങ്കിലും ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടാകണം നമുക്കറിയാം, അതെന്താണ്, ഹൃദയത്തിനുണ്ടാകുന്ന കോശങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു ബ്ലഡ് പാസ് ചെയ്യുന്ന വെസൽസുകൾ എന്ത് ചെയ്യാം, ചെറിയ രീതിയിൽ ഇൻഫ്ലമേഷൻ ഒക്കെ സംഭവിച്ച് ക്ലോട്ട് സംഭവിക്കുന്നതാണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യും, മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ക്ലോട്ട് സംഭവിക്കും. അപ്പോൾ കാൽഭാഗങ്ങളിൽ എന്ത് ചെയ്യാണ്, ഈ പറഞ്ഞതുപോലെ വെരിക്കോസ് വെയിൻ സംഭവിക്കുക, അതൊരു വീക്ക്നെസ്സാണ്. അതേപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന രക്തക്കുഴൽ അതിറോസ്ക്ലോറിസ് സംഭവിച്ച് ബ്ലോക്ക് സംഭവിച്ചാൽ അവിടെയുള്ള സർക്കുലേഷനൊക്കെ ഡാമേജ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കാലിന് നല്ല തരിപ്പ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് തരിപ്പ് മാത്രമല്ല ഉണ്ടാകുക, എന്താണ്, ഫീലിംഗ് ഉണ്ടായിരിക്കില്ല, അതായത് ചെരുപ്പിട്ടാൽ അറിയില്ല. അതേപോലെ തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യും, നീര് പെട്ടെന്ന് കാല് വരും എന്നുള്ളതാണ്. കാലൊക്കെ തൂക്കിയിട്ടാൽ എന്ത് ചെയ്യും, നീര് വന്ന് വരിക, അതുപോലെ ഇച്ചിങ് വരിക, ചൊറിഞ്ഞ് പൊട്ടുക, മുറി ഉണ്ടാവുക. ഈ മുറിവ് ഉണ്ടായാൽ തന്നെ എന്ത് ചെയ്യും, ഉണങ്ങില്ല എന്നുള്ളതാണ്. കാരണം എന്താണ്, ഫ്രഷ് ബ്ലഡ് അവിടേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും ഈ പറഞ്ഞതുപോലെ തരിപ്പ് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വെരിക്കോസ് വെയിൻ ഉണ്ട്, തരിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഇതൊരു ലക്ഷണമാണ്. കാരണം അത് ഭാവിയിൽ എന്ത് ചെയ്യും, സെൻസേഷൻ കുറയാനും ഈ പറഞ്ഞതുപോലെ മുറിവ് ഉണ്ടാകാനും, മുറിവ് പിന്നീട് ഉണങ്ങാൻ പറ്റാത്ത കണ്ടീഷനിലൊക്കെ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ്. അപ്പോൾ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള കാഫ് മസിൽസിന് വേണ്ടിയുള്ള എക്സസൈസുകൾ ചെയ്യണം. അതുപോലെ ബോഡി വെയിറ്റ് കൂടുതലാണെങ്കിൽ അത് കുറക്കാനുള്ള സംവിധാനങ്ങൾ കാണാനാണ്. അതുപോലെ പെട്ടെന്ന് ഹീലിങ്ങിന് ആക്ട് ചെയ്യുന്ന മറ്റു പല വൈറ്റമിൻ D പോലെയുള്ളതൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ കൂടുതൽ ഇൻടേക്ക് എടുക്കാനൊക്കെ എന്ത് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കുക. ഡോക്ടറെ കണ്ടിട്ട് ഇൻടേക്ക് എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇനി ഇത് മറ്റൊരു കാരണമാണ്. അപ്പോൾ ഇത് ബ്ലഡ് വെസൽസ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സർക്കുലേറ്റർ റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്, നെർവ് റിലേറ്റഡ് ആയിട്ടും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ബാധിക്കുന്നുണ്ട്. അതുപോലെ ഓട്ടോഇമ്യൂൺ ഡിസീസുകൾ മറ്റു പല പ്രശ്നങ്ങൾ കൊണ്ടും കാരണമായിട്ട് ഇത് സംഭവിക്കുന്നുണ്ട്. അതുപോലെ ചില ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹെർപ്പസ് സോസ്റ്റർ പോലെയുള്ള നമ്മളെ നെർവിനെ ബാധിക്കുന്ന ഇൻഫെക്ഷനൊക്കെ എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ പൊട്ടി പോലെയുള്ള നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന അസുഖങ്ങളാണ്. അപ്പോൾ അതൊക്കെ നെർവിനെ ബാധിക്കേണ്ടിയിട്ടുള്ള ഒരു അസുഖമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും അത് ഭാവിയിൽ തരിപ്പുകളും കടച്ചിലും വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണെന്ന്. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു തരിപ്പ് എന്ന് പറയുന്നത് ചെറിയൊരു അടയാളമാണ്. അതിനൊരുപാട് കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും, ഈ തരിപ്പ് ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിതൊരു ഷുഗർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്ക് 40 വയസ്സായി 50 വയസ്സായി തരിപ്പ് ഉണ്ടാകും എന്നുള്ള രീതിയിൽ നമുക്കൊരിക്കലും മാറ്റി വെക്കരുത്. കാരണം പല തരിപ്പുകളും പിന്നീട് റിക്കവറി ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് തരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ട് അതെന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഡോക്ടറെ എന്ത് ചെയ്യുക, അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഡോക്ടറെ കണ്ടിട്ട് അവരെ നിർദ്ദേശം സ്വീകരിച്ചിട്ട് എന്നിട്ട് പല ടെസ്റ്റുകളും വേണ്ട ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെ നിർബന്ധമായിട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഈ പറഞ്ഞ എല്ലാ അസുഖങ്ങളും റിക്കവറി ചാൻസ് വളരെ കുറവുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു തരിപ്പ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക, റീസൺ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ വൈറ്റമിൻ B12 ഒക്കെ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു സംഗതിയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഭക്ഷണത്തിൽ വെജിറ്റബിൾസ് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എപ്പോഴും എന്ത് ചെയ്യുക, ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതേപോലെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, എക്സസൈസുകൾ ഡെയിലി എന്ത് ചെയ്യുക, എല്ലാ ബോഡിയും എല്ലാ മസിൽസിനെയും ബാധിക്കുന്ന രീതി, നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് എന്ത് ചെയ്യുക, ബാധിക്കുന്ന രീതിയിലുള്ള എക്സസൈസുകളും വെയിറ്റ് ലിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒരു ട്രെയിനർ കീഴിൽ തന്നെ അല്ലെങ്കിൽ സെൽഫായിട്ട് തന്നെ എന്ത് ചെയ്യുക, പ്രത്യേകം പഠിച്ച് എന്ത് ചെയ്യുക, ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്താൽ തന്നെ എന്ത് ചെയ്യുക, നമുക്ക് അസുഖങ്ങൾ അല്ലെങ്കിൽ തരിപ്പ് പോലെ പ്രയാസങ്ങൾ വരാതെയും നമുക്ക് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദിക്കാനും മനസ്സിലാക്കാനൊക്കെ അറിയണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾക്ക് താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം. താങ്ക് യു.